തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനുമെതിരെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസൻ. ഇരുവർക്കും ഭരണപരമായ കാര്യങ്ങളുടെ ബാലപാഠം പോലും അറിയില്ലെന്നാണ് വിമർശനം. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലെന്ന പരാതിയിൽ അന്വേഷണത്തിന് സമിതിയെ നിയോഗിച്ചതിൽ സന്തോഷമെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞു. വളരെ തൃപ്തികരമാണ്. അത് ഇത്രയും വേഗത്തിൽ ഗവൺമെൻറ് അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനും ഒരു അന്വേഷണ കമ്മിറ്റി ഏർപ്പെടുത്തിയതിലും വളരെ സന്തോഷമുണ്ട്. കാരണം അവരും ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവരെല്ലാം അഡ്മിനിസ്ട്രേഷനിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ്. എന്നെപ്പോലെയുള്ള ഡോക്ടർമാരാണ് അവരും. അഡ്മിനിസ്ട്രേഷനെ പറ്റി യാതൊരു ബാലപാഠങ്ങളും അറിയാത്ത ആൾക്കാരാണ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജുകളിൽ. ഇനി മേലാൽ ഇത് അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള കേഡറുകളിൽ അഡ്മിനിസ്ട്രേഷൻ പരിചയമുള്ളവർക്ക് കൂടുതൽ റോള് കൊടുക്കുന്നത് നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ ഉയർത്തിയ വിഷയങ്ങൾ 4-അംഗ വിദഗ്ധ സമിതിയാണ് നിലവിൽ അന്വേഷിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ട്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സലീം, ഇന്നിപ്പോൾ ഡോക്ടർ ഹാരിസ് ഹസൻ വീണ്ടും രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞ കൂടുതൽ ഗൗരവമുള്ള വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും ഈ ഭരണപരമായ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല, ബേസിക് കാര്യങ്ങൾ പോലും അറിയില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. നിലവിൽ എന്താണ് അവിടുത്തെ സ്ഥിതി? അന്വേഷണം അത് നടക്കുന്ന മുറയ്ക്ക് അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ടോ? വിവരങ്ങൾ എന്താണ്? പ്രജിൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ യൂറോളജി വിഭാഗം മേധാവി ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കപ്പെട്ടത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ മുതൽ തന്നെ അതിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രധാനമായും അന്വേഷിക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും നിലയിലുള്ള വീഴ്ച, അത് പർച്ചേസുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ അവിടുത്തെ ഉപകരണക്ഷാമത്തിലോ ഏതെങ്കിലും നിലയിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. മാത്രമല്ല ആരോഗ്യവകുപ്പുമായി കൃത്യമായി അവിടുത്തെ മേധാവികളും ഉദ്യോഗസ്ഥരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഈ പരിശോധന പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഈ വിദഗ്ധ സമിതി ലക്ഷ്യമിടുന്നത്. കാരണം എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം വേണം ഈ വിഷയത്തിലൊരു നടപടിയെടുക്കാൻ എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, ഈ ഹാരിസ് ചിറക്കൽ ആരോപണം ഉയർത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് സൂചന. മാത്രമല്ല ഈ കൃത്യമായ പ്രോട്ടോകോൾ പാലിക്കാതെയുള്ള വിമർശനം ഉന്നയിച്ചതിനാൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷവും പിടിക്കാത്ത വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. ആശുപത്രി വികസന സമിതി മുഖേന ഉപകരണങ്ങൾ വാങ്ങിയതിൽ വീഴ്ചയുണ്ടോ എന്നുള്ള പരിശോധനയും നടക്കുകയാണ്. ഒപ്പം തന്നെ സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെയുള്ള കണ്ടെത്തൽ. ആ കണ്ടെത്തൽ ശരിയാണോ എന്നുള്ള കാര്യത്തിൽ വിശദമായ പരിശോധന അവിടുത്തെ ഓരോ ഡോക്ടർമാരുടെയും ഓരോ വിഭാഗത്തിലെയും മേധാവികളിൽ നിന്നും ശേഖരിക്കും. മാത്രമല്ല ഇവിടെ ഈ ശസ്ത്രക്രിയയ്ക്കായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രവേശിപ്പിച്ച രോഗികളെയും അവരുടെ ബന്ധുക്കളെയും നേരിൽ കാണാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം അവർ ഏത് നിലയിലാണ് ഈ ശസ്ത്രക്രിയ പറഞ്ഞ ദിവസം തന്നെ നടന്നോ, അത് നടന്നില്ലെങ്കിൽ നടക്കാത്തതിന് കാരണം എന്ത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ചോദിച്ചറിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രജിൻ, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.